എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിൽ നിന്ന് വിട പറയുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസം അൽഹംദുലില്ലാ, എത്രയോ പാപങ്ങൾ നമുക്ക് ധരിക്കാൻ വസ്ത്രമുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, ഭക്ഷണത്തിന് ഗതിയില്ലാത്ത എത്ര പാപങ്ങളുണ്ടെന്നറിയോ? നമ്മളൊക്കെ ഇന്ന് കടകൾ കയറിയിറങ്ങി എത്രയോ പുതുവസ്ത്രങ്ങൾ വാങ്ങുന്നു, ഒന്നും രണ്ടും. ഇന്ന് ഓരോ വീടുകളിലും പുതിയ ഒരു ട്രെൻഡ് കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഒരേ കളറുള്ള വസ്ത്രം. ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കളറ്, പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കളറ്. ഇന്ന് കല്യാണ വീട്ടിൽ പോയാൽ പെണ്ണുങ്ങൾക്കെല്ലാം ഒരേ ജോഡി. ഇപ്പൊ പെരുന്നാളിനും അങ്ങനെ ആയിരിക്കാം. ഞാനിതിന് എതിരൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, ഒരു ജോഡി വസ്ത്രം വാങ്ങാൻ ഗതിയില്ലാത്ത എത്ര യതീമീങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടെന്നറിയോ? നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലുണ്ടെന്നറിയോ? നമ്മളൊന്ന് കണ്ണ് തുറന്നു നോക്കാത്തത് കൊണ്ടാണ്. അനാമത്തായി ചെലവാക്കി കളയുന്ന എത്രയോ രൂപ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട യതീമായ കുട്ടിയുണ്ടെങ്കിൽ ഒരു ജോഡി വസ്ത്രം കൊണ്ടുപോയിട്ട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ഇരുന്ന് കരയുന്ന ഒരു യതീമായ കുട്ടിയുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചവരാ. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ നമ്മൾ നിന്ന് വിട പറഞ്ഞ് പെരുന്നാളിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കാനിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നമ്മളുടെ കുടുംബങ്ങളിൽ പെരുന്നാളിൻ്റെ അന്ന് ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ജോഡി വസ്ത്രം ഒരു യതീമായ കുട്ടി. അല്ലാഹുവേ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയോ? ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും മനോഹരമായ വീട് യതീമുള്ള വീടാണ്. എങ്ങനത്തെ യതീം? ചുണ്ടിൽ പുഞ്ചിരിയും മുഖത്തു പ്രകാശവുമുള്ള യതീം. ഏതെങ്കിലും ഒരു വീടിൻ്റെ അകത്ത് യതീമിന്റെ കണ്ണുനീര് വീണാൽ അല്ലാഹു ആലം, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കളൊക്കെ ഉണ്ട്. ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയി, അനുജൻ മരണപ്പെട്ടു പോയി, അങ്ങനെ അല്ലെങ്കിൽ എത്രയോ അളിയൻ മരണപ്പെട്ടു പോയി. യതീമായ മക്കൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിലുമുണ്ട്. ഒരു ജോഡി വസ്ത്രമായിട്ട് ആ മക്കളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവേ, ആ മക്കൾ ചിന്തിക്കും, എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നല്ലോ. അങ്ങനെ പ്രയാസപ്പെടുന്നൊരവസ്ഥ വരരുത്. ഈ പായിപ്പാടും നിങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിലുള്ള പാവങ്ങളെ തെരഞ്ഞെടുത്ത് കണ്ടെത്തി അൽഹംദുലില്ലാ, കേവലം 1.5 അല്ലെങ്കിൽ 2.5 കിലോ അരി കൊടുത്ത് തീർക്കാനുള്ളതല്ല. 1.5 2.5 അരി ഭരിച്ചു കൊടുത്ത് തീർക്കാനുള്ളതല്ല. ഫിത്ർ സക്കാത്ത് എന്ന് പറയുമ്പോൾ 150 രൂപ അല്ലെങ്കിൽ 200 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. ഒരു മാസക്കാലം നീ പിടിച്ച ഇബാദത്തുകൾ, നീ പിടിച്ച നോമ്പും നിസ്കാരവും ഖുർആനും ദിക്റും സ്വലാത്തും സദക്കയും, ഇതിനകത്തു വന്നിട്ടുള്ള ന്യൂനതകൾ മുഴുവനും മാറ്റാനുള്ള വഴിയാണ് ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നല്ല രീതിയിൽ, കേവലം 75 രൂപ കൊടുത്ത് ഒതുക്കി തീർക്കാതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നല്ല രീതിയിൽ അൽഹംദുലില്ലാ അതിൻ്റെ അവകാശികൾക്ക്, നമ്മുടെ കുടുംബങ്ങളിലെ പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് അത് എത്തിച്ചു കൊടുത്ത് അവരെയും ഈ പെരുന്നാളിൻ്റെ അന്ന് സന്തോഷിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്ക് പെരുന്നാളാകുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പാരായണം ചെയ്യുമായിരുന്നു. മുത്തുനബിയുടെ ചാരത്തേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമ കടന്നു വന്നുകൊണ്ട് പ്രവാചകനോട് വന്നിട്ട് അവിടുന്ന് പ്രവാചകനെ കൊണ്ട് ഖുർആൻ ഓദിപ്പിക്കുമായിരുന്നു എന്ന ചരിത്രം പഠിപ്പിക്കുകയാണ്. ഖുർആൻ റമദാൻ മാസത്തിൽ പോലും ഒരു ഖത്തം ഓതാൻ നമ്മളിൽ പലർക്കും മടിയ. ഓരോ ആൾക്കാരിരുന്നു കൊണ്ട് ആദ്യത്തെ 10 ഒരു ഖത്തം, രണ്ടാമത്തെ 10 ഒരു ഖത്തം, മൂന്നാമത്തെ 10 ഒരു ഖത്തം എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഖത്തം ഓതാൻ കഴിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന മാസമാണ് റമദാൻ മാസം. ആ മാസത്തിൽ പോലും നമുക്ക് വല്ലാത്ത മടിയ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ. തറാവീഹ് നിസ്കരിക്കുമ്പോൾ ആ പരിശുദ്ധമായ ഖുർആൻ ഖത്തം തീർക്കുന്ന പള്ളികളിൽ പോയി നിസ്കരിക്കുവാൻ പോലും നമുക്കൊക്കെ വല്ലാത്ത മടിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നതിലും നോമ്പ് പിടിക്കുന്നതിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഈ റമളാനിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നമ്മളിൽ പലരും ചിന്തിക്കാറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഹാനായ മഖ്ഹൂൽ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനവറുകൾ പറയുകയാണ്, യുറാഉ അഹ്ലുൽ ജന്ന ബിരീഹത്ത്. അവിടെ മഹാനവറുകൾ പറയുന്നു, സ്വർഗവാസികളിലേക്ക് എല്ലാവരും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികൾ സ്വർഗത്തിൽ നിൽക്കുമ്പോൾ
ഒരു പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. വല്ലാത്ത ഒരു സുഗന്ധം ഇങ്ങനെ സ്വർഗവാസികളുടെ ഇടകളിലൂടെ ഇങ്ങനെ അടിച്ചു വീശുകയാണ്. ആ സമയത്ത് സ്വർഗത്തിന്റെ അവകാശികൾ അവിടെ നിന്ന് ചോദിക്കുന്നു, അല്ലാഹുവേ, ഞങ്ങൾ സ്വർഗത്തിൽ എത്തിയത് മുതൽ ഈ സുഗന്ധം ഇങ്ങനെ അടിക്കുന്നല്ലോ, ഞങ്ങൾ സ്വർഗത്തിൽ വന്നത് മുതൽ ഈ സുഗന്ധം ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ, എവിടെ നിന്നാണ് ഈ സുഗന്ധം? ഞങ്ങൾ ഇങ്ങനെ ഒരു സുഗന്ധം ഞങ്ങൾ ഇന്ന് വരെ ശ്വസിച്ചിട്ടില്ലല്ലോ, ഒരു വല്ലാത്ത പരിമളം അടിച്ചു വീശുന്നല്ലോ എന്ന് സ്വർഗവാസികൾ നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, അത് നോമ്പുകാരുടെ വായിൽ നിന്നടിക്കുന്ന വാസനയാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരുടെ വായിൽ നിന്നടിക്കുന്ന ആ ഒരു ദുർഗന്ധം, നമ്മള് നോമ്പ് പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് സംസാരിക്കാൻ ഒരു മടിയാണ്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ, ആ നോമ്പ് പിടിക്കാതിരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്നടിക്കുന്ന ദുർഗന്ധം കാരണം. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അത് സ്വർഗത്തിലെ ഏറ്റവും വലിയ പരിമളമാ. ആ സ്വർഗവാസികൾ പോലും അത്ഭുതത്തോടെ ചോദിക്കുന്നു, പടച്ചവനെ, ഇത് ഏതാ അല്ലാ? ഞങ്ങള് സ്വർഗത്തിൽ വന്ന സമയം മുതൽ ഇങ്ങനെ അടിച്ചു വീശുന്നല്ലോ, ഇതെവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറയുകയാ, ഇത് നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന വാസനയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഈ റമദാനിന്റെ ദിനങ്ങളിൽ പോലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഇറക്കുന്നതിന് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത ഈ പരിശുദ്ധമായ റമദാനിന്റെ അവസാന ദിനങ്ങൾ, ആ അവസാനത്തെ 10 ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ ആ ഖുർആൻ ഓതുവാനും ആ ഖുർആനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാനും നമ്മളിൽ പലരും മടി കാണിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ രാവും പകലും ഇരുന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് പാരായണം ചെയ്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാർ, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണിയിരുന്നു കൊണ്ട് എല്ലാ തിരക്കുകളും ജോലികൾക്കുമിടയിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഞാനും നിങ്ങളും പാരായണം ചെയ്തല്ലോ. ഖത്തമോദി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഗാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പടച്ചവനെ, ഇബാദത്തിന്റെ വിഷയത്തിൽ വല്ലാത്ത പരിശ്രമങ്ങൾ നടത്തുന്ന മഹാനായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഗാലിബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിലും 5 നേരം നമസ്കരിക്കുന്നതിലും പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിലും ഏറ്റവും പ്രയാസമുള്ള സമയങ്ങളിൽ നോമ്പെടുക്കുന്നതിലും ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത മഹാനായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഗാലിബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, മഹാനവറുകളെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്. പടച്ചറപ്പേ, അവസാനം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഗാലിബ് റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തോട് യാത്ര പറയുകയാ. ജനാസ കാണാൻ വരുന്നവർ മുഴുവനും അത്ഭുതപ്പെടുകയാണ്, എന്തൊരു മരണമാണല്ലാ! കാണുന്നവർക്ക് മുഴുവനും കൊതി തോന്നുന്ന, മോഹം തോന്നുന്ന, ഇതുപോലെ മരിക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന രീതിയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മരണമായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഗാലിബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ നോമ്പുകാലത്ത് പോലും ഏത് കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും ഇടയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഗാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ജനാസ എവിടെന്ന് കുളിപ്പിക്കുകയാണ്. മയ്യത്ത് കണ്ടവർ മുഴുവനും കൊതിച്ചു പോവുകയാണ്. അവർക്കെല്ലാവർക്കും വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. പടച്ചവനെ, ആ ജനാസ എടുത്തുകൊണ്ടുവരികയാ, അവിടെന്ന് മയ്യത്ത് കുളിപ്പിക്കുകയാ. അവസാനം പള്ളിയിൽ കൊണ്ടുവന്ന അവിടത്തെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അവിടത്തെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ
ഖബറിനകത്ത് നിന്ന് വല്ലാത്ത ഒരു പരിമളം അടിച്ചു വീശുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖാലിബ് റളിയല്ലാഹു തആല അൻഹു ആ മഹാനവറുകളുടെ ജനാസ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോ ആ ഖബറിനകത്ത് നിന്ന് വല്ലാത്ത ഒരു പരിമളം അടിച്ചു വീശുകയാണ്. വല്ലാത്ത ഒരു സുഗന്ധം, കസ്തൂരിയുടെ വാസന ഇങ്ങനെ അടിക്കുകയാണ്. ഖബറിന്റെ ചാരത്ത് വന്നവർ മുഴുവനും അത്ഭുതപ്പെടുകയാണ്. എന്തൊരു പരിമളമല്ലാ, ഇത് എവിടെ നിന്നാണ് തമ്പുരാനെ, ഇതെവിടെ നിന്നാണ് തമ്പുരാനെ? ജനങ്ങൾ അത്ഭുതപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ഖബറിനകത്ത് വെക്കുമ്പോ ഖബറിനകത്ത് നിന്ന് വല്ലാത്ത പരിമളം അടിച്ചു വീശുകയാണ്. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, അവസാനം ആ ഖബറടക്കിയവരുണ്ടല്ലോ, ഈ ഖബറിന്റെ അകത്ത് നിന്നാണ് പരിമളം അടിച്ചു വീശുന്നതെന്ന് മനസ്സിലാക്കുമ്പോ അതാ അവസാനമല്ലാ ദിവസങ്ങൾ കഴിഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടുന്ന് സ്വപ്നത്തിൽ കാണുകയാണ്. അവിടുന്ന് സ്വപ്നത്തിൽ കാണുകയാ. അവിടുന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, തങ്ങളെ ഖബറിനകത്ത് വല്ലാത്ത പരിമളമായിരുന്നല്ലോ, അങ്ങയുടെ ജനാസ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചപ്പോൾ ആ മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. അങ്ങക്ക് എന്താണ്, അങ്ങ് എന്ത് നന്മയാണ് ജീവിതത്തിൽ ചെയ്തത്? ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാറുള്ള കാരണം എന്താണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖാലിബ് തങ്ങളോട് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവേ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നിട്ട് ആ തിരക്കുകൾക്കിടയിൽ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് പാരായണം ചെയ്തവരെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖാലിബ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു എനിക്ക് പ്രതിഫലം തരാനുള്ള കാരണം 2 കാരണമാണ്. 2 കാരണങ്ങളാണ്. എന്തേ? ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ചവനെ, ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് ഞാൻ നോമ്പ് പിടിക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് ഞാൻ നോമ്പ് പിടിക്കുമായിരുന്നു. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പടച്ചവനെ ഞാൻ അവിടുന്ന് പാരായണം ചെയ്യുമായിരുന്നു. എനിക്ക് ഖുർആനിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അവിടുന്ന് സമയം ചെലവഴിക്കുമായിരുന്നു. എനിക്ക് അല്ലാഹു അതിനു പകരം തന്ന പ്രതിഫലമാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ പരിശുദ്ധമായ റമളാനിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തവരെ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. പടച്ച റബ്ബ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. ഈ ഖത്തം ഓതിയതിന് റബ്ബ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. പടച്ചവനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടുകൊണ്ട് മരിക്കണമെന്ന് കൊതിക്കുന്നവരാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമല്ലേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടി മരിക്കണമെന്ന് കൊതിക്കാൻ ആഗ്രഹിക്കാത്ത, അങ്ങനെ മോഹമില്ലാത്ത ഏത് മനുഷ്യനാ ഉള്ളത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവര്, അല്ലാഹുവിന്റെ ഖുർആനിനെ ആദരിക്കുന്നവര്, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവര്, ഇതൊന്നും വെറുതെയല്ല. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം നീ ആഗ്രഹിക്കുന്നതിനേക്കാളും ഉത്തമമായ രീതിയിൽ അല്ലാഹു നിങ്ങൾക്കൊരു നല്ല മരണം അവിടുന്ന് തരികയാണ്. പടച്ചവനെ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണമുണ്ടല്ലോ, അതാ കാണുന്നവർ മുഴുവനും കൊതിച്ചു പോകുന്ന മരണമുണ്ടല്ലോ. മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന് ജനങ്ങൾ പറയുന്ന മരണമുണ്ടല്ലോ. അതാ ലോകത്തതാ അതാ അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളമ കടന്നു വന്ന് കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കൊടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മരിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ, അത് അള്ളാഹു ആദരിച്ചവർക്കേ കഴിയൂ, അത് യഥാർത്ഥ വിജയികൾക്ക് മാത്രമേ കഴിയൂ. കാരണം അള്ളാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഗ്സിക അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. യഥാർത്ഥ വിജയികൾക്ക് മാത്രമേ അതിന് കഴിയൂ എന്ന് ഖുർആൻ അവിടെന്ന് പറയുമ്പോ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തവർ ആ പകല് മുഴുവനും തന്റെ വികാരങ്ങളും തന്റെ മോഹങ്ങളും തന്റെ ആഗ്രഹങ്ങളും സർവ്വതും അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നോമ്പ് പിടിച്ചവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ വിട പറയുകയാണ്. അവസാന സമയമാണ്, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പടച്ചവനെ, ലൈലത്തുൽ ഖദർ, അല്ലാഹുവേ, ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയുള്ള രാവാണ്. 84 വർഷക്കാലം പകല് മുഴുവനും നോമ്പ് പിടിച്ചിട്ട് അല്ലാഹുവേ രാവും പകലും ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടാൻ അത്രയും മഹത്വമുള്ള രാവ് എന്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടാകാൻ സാധ്യതയുള്ള രാത്രിയിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഈ രാത്രി അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന നന്മകൾ ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇനി നന്മകൾ ചെയ്യാൻ സമയം വളരെ കുറവാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഈ അവസാന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിക്കലാണ്, പടച്ചറപ്പിന്റെ മുന്നിൽ തൗബ ചെയ്യലാണ്. പാപം ചെയ്യാത്ത ആരുമില്ലല്ലോ, തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ. കാരണം ആദമിന്റെ മക്കൾ മുഴുവനും പാപം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സഹോദരാ, നരകത്തിൽ നിന്ന് എങ്ങനെയാണോ രക്ഷപ്പെടാൻ കഴിയുക? എന്റെ പ്രസംഗം കേൾക്കുന്ന പെങ്ങളെ, പൊന്നുമക്കളെ, എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളണം. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു 10 ദിവസം തന്നല്ലോ. ആ 10 ദിവസം നമ്മൾ നിന്ന് വിട പറയാൻ അവിടെ ഒരുങ്ങുമ്പോ, ഓരോ ദിവസവും രാത്രിയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് പേരെ അല്ലാഹു നരകത്തിൽ നിന്ന് കരകയറ്റുകയാണ്. അതിന്റെ കണക്ക് അല്ലാഹുവിനല്ലേ അറിയൂ. അങ്ങനെ ലക്ഷം കണക്കിന് കോടിക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറുന്ന പരിശുദ്ധമായ റമളാനിന്റെ അവസാന ദിനത്തിൽ ഒരുമിച്ച് കൂടിയവരെ, എങ്ങനെയാണോ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുക? ഏത് മാർഗത്തിലാണോ രക്ഷപ്പെടാൻ കഴിയുക? കരയാൻ പറ്റുന്നവർ കരഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് അല്ലാഹുവിന് നിന്നോട് കരുണ തോന്നുന്ന രീതിയിൽ എങ്ങനെ നിനക്ക് കരയാൻ പറ്റുമോ, എങ്ങനെയാണോ ദുആ ചെയ്യാൻ പറ്റുക, അതുപോലെ പടച്ച റബ്ബിന്റെ മുന്നിൽ കരഞ്ഞ് ആത്മാർത്ഥമായി സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്നവരങ്ങനെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ സുജൂദിനെ അധികരിപ്പിക്കണേ, നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യണേ. സുജൂദിൽ കിടന്ന് ദുആ ചെയ്യാൻ പറ്റുന്നവർ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യ്. നിസ്കരിച്ച് ദുആ ചെയ്യാൻ പറ്റുന്നവരങ്ങനെ ചെയ്യ്. തസ്ബീഹ് നിസ്കരിച്ച് ചെയ്യാൻ പറ്റുന്നവരങ്ങനെ ചെയ്യ്. സദഖ കൊടുത്തിട്ട് ദുആ ചെയ്യാൻ പറ്റുന്നവരങ്ങനെ ചെയ്യ്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിട്ട് ദുആ ചെയ്യുന്നവരങ്ങനെ ചെയ്യ്. എങ്ങനെയാണെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ കൊട്ടുകിടന്ന് റബ്ബിന്റെ മുന്നിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ. അല്ലാഹു തരുന്ന അവസാനത്തെ അവസരമാണ്, പാഴാക്കരുത്, നഷ്ടപ്പെടുത്തരുത്. അല്ലാഹുവേ, അടുത്ത കൊല്ലത്തെ റമളാൻ കടന്നു വരുമ്പോ ആരൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞ റമളാനിൽ ഉണ്ടായിരുന്ന പലരുമെന്ന് പള്ളിപ്പറമ്പിലാ, അവരാറടി മണ്ണിനകത്താ, അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പ്രിയപ്പെട്ടവരോട്, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 29ാമത്തെ രാവ. ഉറങ്ങണോ?
അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ ചെലവഴിക്കണോ? കരഞ്ഞു ദുആ ചെയ്ത് ഒന്നു മതി, നരകത്തീന്ന് കയറണം, സ്വർഗത്തിൽ സീറ്റ് ഉറപ്പിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് നന്മയാ നമുക്ക് ചെയ്യാൻ കഴിയുക? മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മഹാനവറുകൾ പറയുന്നു, ഖബറിന്റെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാനവറുകൾ ഒരു 3 വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാനവറുകൾ നമുക്ക് പറഞ്ഞു തന്നത്, നിങ്ങൾ രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിക്കാനാ പറഞ്ഞത്. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് വല്ലാത്ത ഇരുള, നമുക്കറിയാം. പലകയെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടി എല്ലാവരും പോകും. വല്ലാത്ത ഇരുട്ടാണ് ഖബറിനകത്ത്. അള്ളാഹു നമ്മുടെ ഖബർ വെളിച്ചമാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ 6 അടി മണ്ണ് അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിന്റെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയായിട്ട് അവിടെ നിന്ന് പറഞ്ഞത് തഹജ്ജുദ് നിസ്കാരം. റമളാനിന്റെ 1 മുതൽ ഞാനും നിങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ നമ്മൾ. എന്തായാലും വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് 3:30 ഞാനും നിങ്ങളും എഴുന്നേക്കാറുണ്ട്. നമ്മൾ തഹജ്ജുദ് നിസ്കാരം ശീലമാക്കിയവരാ. പക്ഷെ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു. അതാണ്, നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരുപാട് നന്മ ചെയ്യുന്നതിൽ കാര്യമില്ല, ചെറുതാണെങ്കിലും നിത്യമായി ചെയ്യണമെന്ന് നബിഗിന റസൂലുള്ളാഹി. അപ്പം അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ റമളാൻ മാസത്തിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഈമാനിക ചൈതന്യം നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് റമളാനിന്റെ ഈ തഹജ്ജുദ് നിസ്കാരം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ഖബറിന്റെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ് തഹജ്ജുദ് നിസ്കാരം. അതുപോലെ തന്നെ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പരലോകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ചൂടാണ് പരലോകം. ആ പരലോകത്തിന്റെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് വളരെ പ്രയാസമുള്ള സമയത്ത് നോമ്പ് പിടിക്കുക. ഈ റമളാൻ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം അത്രയ്ക്കും ചൂടുള്ള സമയമായിരുന്നു. വല്ലാത്ത ചൂടുള്ള സമയത്താണ് ഞാനും നിങ്ങളും നോമ്പ് പിടിച്ചിരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രയാസമുള്ള സമയത്ത് നോമ്പ് പിടിച്ച ഞാനും നിങ്ങളും ഈ റമളാൻ അങ്ങോട്ട് തീർന്ന ഒരു 6 നോമ്പുണ്ട്. ആരാ പിടിക്കുക? 6 നോമ്പ് പിടിക്കണം. എത്ര പേരാ ഉള്ളത്? തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് പിടിക്കണമല്ലോ. മാസത്തിന്റെ പകുതിയിൽ 14, 15 നോമ്പ് പിടിക്കണമല്ലോ. ആരാ പിടിക്കുക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ ഉണ്ടാക്കിയെടുത്ത ഈ നോമ്പ് കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഈമാൻ നഷ്ടപ്പെടുത്തരുത്. റമളാൻ കഴിഞ്ഞാലും അൽഹംദുലില്ലാ, പെരുന്നാൾ കഴിഞ്ഞാൽ 6 നോമ്പുണ്ട്. 6 നോമ്പിന്റെ പ്രതിഫലം നമുക്ക് പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു നോമ്പല്ല 6 നോമ്പ്. വലിയ പ്രതിഫലമുള്ളതാണ്. അത് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു നോമ്പാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, അതുപോലെ വ്യാഴവും തിങ്കളും സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അപ്പൊ ആ നോമ്പ് പിടിക്കുന്നതിലൂടെ പരലോകത്തിന്റെ ഭയാനകമായ അദാബുകളിൽ നിന്ന്, അവിടുത്തെ ചൂടുകളിൽ നിന്ന്, അവിടുത്തെ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ 3-ാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ദിവസങ്ങൾ, സമയങ്ങൾ നമുക്ക് വരാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ പറയും നമുക്കിപ്പോൾ പ്രയാസമുണ്ട്. ഇതൊന്നുമല്ല പ്രയാസവും ദുരിതവും. നമ്മുടെ ജീവിതത്തിൽ പ്രയാസത്തിന്റെ ദിനങ്ങൾ, ഭയപ്പെടുത്തുന്ന ദിനങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. ആ പ്രയാസത്തിന്റെ സമയത്ത് നീ രക്ഷപ്പെടണമെങ്കിൽ നീ പ്രയാസത്തിന്റെ സമയത്ത് ദാനധർമ്മം ചെയ്യണേ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മളൊക്കെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തവരാ. പക്ഷെ റമളാൻ കഴിഞ്ഞ് ആരെങ്കിലും വീട്ടിൽ വന്നാൽ പറയും, അതൊക്കെ റമളാനി കഴിഞ്ഞു, തീർന്നു, ഇത്രേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ പറയുന്നവരാകരുത്. നമ്മുടെ ജീവിതത്തിൽ സദഖ കൊടുക്കുക, ധർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. എങ്കിലേ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് സക്കാത്ത് കൊടുക്കേണ്ട, സദഖ കൊടുക്കേണ്ട, ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റമളാൻ. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വലിയ പ്രതിഫലമുള്ള, ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഹദീസിന്റെ കിതാബുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അവസരം നമ്മൾ പാഴാക്കി കളയാതെ നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ റമളാൻ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുന്നു,
4 കാര്യങ്ങളുള്ള ഒരാളെ അള്ളാഹു ശൈത്താനിൽ നിന്ന് സംരക്ഷിക്കുകയും നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് മഹാനായ ഹസൻ ബസ്വരി റളിയല്ലാഹു തആല അൻഹു പറയും. ഒരു 4 ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒരു 4 നന്മകൾ മഹാനായ ഹസൻ ബസ്വരി തങ്ങൾ പറഞ്ഞു തരികയാ. ഈ പറയുന്ന 4 നന്മകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ശൈത്താനിന്റെ ഉപദ്രവം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ മരണസമയത്തൊക്കെ അവൻ നമ്മളെ പിഴപ്പിക്കാൻ വരുമെന്ന, ആ മരണത്തിന്റെ വേളയിൽ പോലും നമ്മുടെ ഈമാനെ തട്ടിപ്പറിക്കാൻ പല കോലങ്ങളിൽ അവൻ നമ്മളിലേക്ക് കടന്നു വരുമെന്ന, അപ്പൊ ആ ശൈത്താനിൽ നിന്ന് സംരക്ഷണം അള്ളാഹു നൽകും. അതുമാത്രമല്ല, നരകത്തിൽ നിന്നുള്ള രക്ഷ, അതാണ് നമുക്ക് വേണ്ടത്. ഈ 29ാമത്തെ രാവിലെ ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാ. എങ്ങനെയാണോ നമുക്കതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത്, ഏത് വഴിയിലൂടാണോ രക്ഷപ്പെടാൻ കഴിയുന്നത്, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുകയാ, ഈ പറയുന്ന 4 കാര്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ശൈത്താനിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം തരും, നരകത്തിൽ നിന്നുള്ള മോചനം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുകയാ, ആഗ്രഹമുണ്ടാകുമ്പോഴും ഭയമുണ്ടാകുമ്പോഴും വികാരമുണ്ടാകുമ്പോഴും കോപമുണ്ടാകുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം ശരീരത്തിനെ നിയന്ത്രിക്കാൻ കഴിയണം. 4 കാര്യങ്ങളാണ് പറഞ്ഞേ. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, 1 ആഗ്രഹമുണ്ടാവുക. ആഗ്രഹം, മനുഷ്യൻ ആഗ്രഹമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. എനിക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പ്രായം കൂടുന്നതിനനുസരിച്ച് ആഗ്രഹം കൂടുമെന്ന ഹസൻ ബസ്രി തങ്ങൾ പറയുന്ന, ആഗ്രഹമുണ്ടാകുന്ന സമയം, അതുപോലെ തന്നെ ഭയമുണ്ടാകുന്ന സമയം, പേടിയുണ്ടാകുന്ന സമയം, അതുപോലെ വികാരമുണ്ടാകുന്ന സമയം, കോപമുണ്ടാകുന്ന സമയം, ഈ 4 സമയങ്ങളിൽ ഒരു മനുഷ്യന് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അവൻ ശൈത്താനിൽ നിന്നും നരകത്തിൽ നിന്നും അവൻ രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും വലിയ ജിഹാദ് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കല. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ 1 മാസക്കാലം എത്ര കഷ്ടപ്പെട്ടു, ഇബ്ലീസിനെ പരാജയപ്പെടുത്തി, നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, ഖുർആൻ ഓതി, നന്മകൾ ചെയ്തു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. പക്ഷെ നാളെ വൈകുന്നേരം കഴിഞ്ഞാൽ, റമദാൻ 30 ആയി കഴിഞ്ഞാൽ, കെട്ടിക്കിട്ടിരിക്കുന്ന ഈ ഇബ്ലീസുകളെ മുഴുവനും മലക്കുകൾ അങ്ങോട്ട് അഴിച്ചുവിടും. സർവ്വതും വരും, പൂർവാധികം ശക്തിയോടുകൂടി അതെല്ലാം നമ്മളിലേക്ക് കടന്നു വരും. ഇതിനെന്നറിയോ, 1 മാസക്കാലം ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുത്ത ഈമാൻ തകർത്ത് കളയാൻ ഒരൊറ്റ നിമിഷം കൊണ്ട്. ഫർദ് പോലും നിസ്കരിക്കാത്തവർ എത്രയോ പേര് പള്ളിക്കകത്ത് വന്ന് തസ്ബീഹ് നിസ്കരിച്ചു, തറാവീഹ് നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, എന്തെല്ലാം നിസ്കരിച്ചു. ഈ നിസ്കരിച്ച നമ്മളെ പെരുന്നാളിൻ്റെ അന്ന് സുബഹി നിസ്കരിക്കണ എത്ര പേരാവുള്ളേ? പെരുന്നാളിൻ്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന എത്ര പേരാവുള്ളേ? ഒരൊറ്റ വക്കത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 1 മാസക്കാലത്തിൽ 1 വക്കത്ത് പോലും മുടക്കാത്ത നിന്റെ 1 വക്കത്ത് നിസ്കാരം ഈ റമദാൻ കഴിഞ്ഞാൽ, ഇബ്ലീസ് മുടക്കി കഴിഞ്ഞാൽ, പിന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ കഷ്ടപ്പെട്ടത് കൊണ്ടും ഈ പട്ടിണി കിടന്നത് കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സർവ്വ കാര്യങ്ങളും, നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾ, നമ്മുടെ നമ്മളുടെ ശരീരത്തിനോട് നമുക്ക് പോരാടി പരാജയപ്പെടുത്താൻ കഴിയണം. അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, റമദാൻ വിട പറഞ്ഞു പോകുമ്പോൾ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും കരയുകയാ. ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും കരയുകയാ. കാരണം പരിശുദ്ധമായ റമദാന് വിട്ടുപിരിയുന്നത് ഓർത്തിട്ട് ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും കരയുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നു. ആ റമദാൻ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഒരിക്കലും റമദാൻ മാസം നമ്മളെ മറക്കാൻ കഴിയാത്ത രീതിയിൽ ആ പരിശുദ്ധമായ റമദാനിനെ നമുക്ക് യാത്രയാക്കാൻ കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാത്ത ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പുതുവസ്ത്രം വാങ്ങാനുള്ള തിരക്കുകളിലാണ് പലരും. കടകൾ കയറിയിറങ്ങി നടക്കാതെ അള്ളാഹു തന്നിരിക്കുന്ന ഈ അവസാന സമയത്ത് പടച്ചറപ്പിന്റെ മുന്നിലിരുന്ന് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യേണ്ട സമയമാ.
അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും എണ്ണി പറയേണ്ട സമയമാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യ്. നിങ്ങളുടെ ദുആകൾ നിങ്ങൾ അധികരിപ്പിക്ക്. ദുആയിക്ക് ഉത്തരമുള്ള മാസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന റമളാൻ ഫുതിഹത് അബ്വാബുർ റഹ്മാൻ വഉല്ലികത് അബ്വാബു ജഹന്നം വസുൽസിലത്തി ശയാതീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, പരിശുദ്ധമായ റമളാൻ കടന്നു വന്നാൽ റഹ്മത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറക്കുകയാണ്. റഹ്മത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നിട്ടിരിക്കുകയാ. ആർക്കാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് വേണ്ടത്? ആർക്കാണ് പടച്ചവന്റെ കാരുണ്യം വേണ്ടത്? റഹ്മത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നിട്ടിരിക്കുകയാണ്. അതാ പ്രവാചകൻ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു അസ്വലവാതുൽ ഖംസു വൽ ജുംഅതു ഇലൽ ജുംഅ വറമളാനു ഇലാ റമളാൻ മുകഫറാത്തും മാ ബൈനഹുന്ന. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, 5 നേരത്തെ നമസ്കാരങ്ങൾ, ഒരു ജുമുഅ മറ്റൊരു ജുമുഅ വരെ, ഒരു റമളാൻ മറ്റൊരു റമളാൻ വരെ പടച്ചവനെ പാവങ്ങളെ മായിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ റമളാൻ എനിക്കും നിങ്ങൾക്കും ആർക്കെങ്കിലും ലഭിച്ചാൽ, പടച്ചവനെ ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ, ഈ റമളാനിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പാപങ്ങൾ പുറത്തവൻ രക്ഷപ്പെട്ട, അടുത്ത റമളാൻ വരെയുള്ള പാപങ്ങൾ ഈ റമളാൻ മായിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ റമളാൻ നമുക്ക് കിട്ടിയാൽ അടുത്ത റമളാൻ വരെ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ഈ റമളാൻ അവിടെ നിന്ന് മായിച്ചു കളയുകയാണ്. പടച്ചവനെ, അത്രയ്ക്കും വലിയ മഹത്വമുള്ള റമളാനാണ് വിട പറയാൻ ഒരുങ്ങുന്നത്. അടുത്ത ഒരു വർഷക്കാലത്തെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയുന്ന റമളാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ, എങ്ങനെയാണോ പടച്ചുറപ്പിലേക്ക് അടുക്കാൻ കഴിയുന്നത്, ആ രീതിയിലേക്ക് നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. ഒരുപാട് ദാനധർമ്മം ചെയ്യണം. സദഖയ്ക്ക് വലിയ പ്രതിഫലം കൂടുതൽ കിട്ടുന്ന മാസമാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദഖയ്ക്ക് വല്ലാത്ത പ്രാധാന്യമുള്ള, സദഖയ്ക്ക് വല്ലാത്ത പ്രതിഫലം കിട്ടുന്ന മാസമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത്. പടച്ചവനെ, അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്ക്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്താണ് നിങ്ങൾ വാരിക്കോരി കൊടുക്കേണ്ടത്. അല്ലാഹു നിങ്ങൾക്ക് അതിന് ഇരട്ടിയായി റബ്ബ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇവിടെ ചെറുത് വലുതെന്നൊന്നുമില്ല. സദക്ക കൊടുക്കാൻ പറ്റുന്നത് എത്രയാണോ നിങ്ങൾ കൊടുക്കുക. ഒരു ഹദീസ് പറയാം, ഞാൻ നിർത്തുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ആരെങ്കിലും ഒരാൾ ഒരു ചെറിയ ഒരു ദിർഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരക്കയാണ് നിങ്ങൾ സദക്ക കൊടുക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കൈയും നീട്ടി അത് സ്വീകരിക്കുകയാ. അല്ലാഹു 2 കൈയും നീട്ടി അത് സ്വീകരിക്കും. എന്നിട്ട് ഒരു ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ നീ കൊടുത്ത ആ ഒരു കാരക്ക, ആ കൊടുത്ത ഒരു ചെറിയ സദക്ക അല്ലാഹു അത് വളർത്തുകയാ. അല്ലാഹു ആ സദക്കയെ വളർത്തും. അല്ലാഹു ഇങ്ങനെ ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ വളർത്തും. നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഉഹദ് മലയോളം വലിപ്പമുള്ളതാക്കി അല്ലാഹു നിനക്കത് തിരിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കൊടുത്തത് ചെറിയ ഒരു കാരക്കയ അല്ലെങ്കിൽ 1 രൂപയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഇത്രയും ഇരട്ടിയാക്കി നമുക്ക് തരുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ റമളാൻ മാസം അൽഹംദുലില്ലാഹ് എത്രയോ പാപങ്ങൾ നമുക്ക് ധരിക്കാൻ വസ്ത്രമുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, ഭക്ഷണത്തിന് ഗതിയില്ലാത്ത എത്ര പാപങ്ങളുണ്ടെന്നറിയോ. നമ്മളൊക്കെ ഇന്ന് കടകൾ കയറിയിറങ്ങി എത്രയോ പുതുവസ്ത്രങ്ങൾ വാങ്ങുന്നു, 1ഉം 2ഉം. ഇന്ന് ഓരോ വീടുകളിലും പുതിയ ഒരു ട്രെൻഡ് കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഒരേ കളറുള്ള വസ്ത്രം. ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കളറ്, പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കളറ്. ഇന്ന് കല്യാണ വീട്ടിൽ പോയാൽ പെണ്ണുങ്ങൾക്കെല്ലാം ഒരേ ജോഡി. ഇപ്പൊ പെരുന്നാളിനും അങ്ങനെ ആയിരിക്കാം. ഞാനിതിന് എതിരൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, 1 ജോഡി വസ്ത്രം വാങ്ങാൻ ഗതിയില്ലാത്ത എത്ര യതീമീങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടെന്നറിയോ.
നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലുണ്ടെന്നറിയോ? നമ്മളൊന്ന് കണ്ണ് തുറന്നു നോക്കാത്തത് കൊണ്ടാണ്. അനാമത്തായി ചെലവാക്കി കളയുന്ന എത്രയോ രൂപ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട യതീമായ കുട്ടിയുണ്ടെങ്കിൽ ഒരു ജോഡി വസ്ത്രം കൊണ്ടുപോയിട്ട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ഇരുന്ന് കരയുന്ന ഒരു യതീമായ കുട്ടിയുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചവരാ. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ നമ്മൾ നിന്ന് വിട പറഞ്ഞ് പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കാനിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നമ്മളുടെ കുടുംബങ്ങളിൽ പെരുന്നാളിൻ്റെ അന്ന് ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ജോഡി വസ്ത്രം ഒരു യതീമായ കുട്ടി. അല്ലാഹുവേ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയോ? ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും മനോഹരമായ വീട് യതീമുള്ള വീടാണ്. എങ്ങനത്തെ യതീം? ചുണ്ടിൽ പുഞ്ചിരിയും മുഖത്തു പ്രകാശവുമുള്ള യതീം. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് യതീമിന്റെ കണ്ണുനീര് വീണാൽ അല്ലാഹു ആലം, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കളൊക്കെ ഉണ്ട്. ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയി, അനുജൻ മരണപ്പെട്ടു പോയി, അങ്ങനെ അല്ലെങ്കിൽ എത്രയോ അളിയൻ മരണപ്പെട്ടു പോയി. യതീമായ മക്കൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിലുമുണ്ട്. ഒരു ജോഡി വസ്ത്രമായിട്ട് ആ മക്കളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവേ, ആ മക്കൾ ചിന്തിക്കും, എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നല്ലോ. അങ്ങനെ പ്രയാസപ്പെടുന്നൊരവസ്ഥ വരരുത്. ഈ പായിപ്പാടും നിങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിലുള്ള പാവങ്ങളെ തെരഞ്ഞെടുത്ത് കണ്ടെത്തി അൽഹംദുലില്ലാ, കേവലം 1.5 അല്ലെങ്കിൽ 2.5 കിലോ അരി കൊടുത്ത് തീർക്കാനുള്ളതല്ല. 1.5 2.5 അരി ഭരിച്ചു കൊടുത്ത് തീർക്കാനുള്ളതല്ല. ഫിത്ർ സക്കാത്ത് എന്ന് പറയുമ്പോൾ 150 രൂപ അല്ലെങ്കിൽ 200 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. ഒരു മാസക്കാലം നീ പിടിച്ച ഇബാദത്തുകൾ, നീ പിടിച്ച നോമ്പും നിസ്കാരവും ഖുർആനും ദിക്റും സ്വലാത്തും സദക്കയും, ഇതിനകത്തു വന്നിട്ടുള്ള ന്യൂനതകൾ മുഴുവനും മാറ്റാനുള്ള വഴിയാണ് ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നല്ല രീതിയിൽ കേവലം 75 രൂപ കൊടുത്ത് ഒതുക്കി തീർക്കാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നല്ല രീതിയിൽ അൽഹംദുലില്ലാ അതിൻ്റെ അവകാശികൾക്ക്, നമ്മുടെ കുടുംബങ്ങളിലെ പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് അത് എത്തിച്ചു കൊടുത്ത് അവരെയും ഈ പെരുന്നാളിൻ്റെ അന്ന് സന്തോഷിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്ക് പെരുന്നാളാകുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം നമുക്കറിയാം. നമ്മളെല്ലാവരും ദുആ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർറഹ്മാനു യാ അല്ലാഹ്, അർറഹീമു യാ അല്ലാഹ്, അൽ മലികു യാ അല്ലാഹ്, അൽ ഖുദ്ദൂസ് യാ അല്ലാഹ്, അസ്സലാമു യാ അല്ലാഹ്, അൽ മുഅ്മിനു യാ അല്ലാഹ്, അൽ മുഹൈമിനു യാ അല്ലാഹ്, العزيز يا الله، الجابر يا الله، المتكبر يا الله، يا خالق يا الله، يا باري يا الله، المصور يا الله، الغفار يا الله، القهار يا الله، الوهاب يا الله، الرزاق يا الله، الفتاح يا الله، العليم يا الله، القابض يا الله، الباسط يا الله، الحافظ يا الله، الرافع يا الله، المعز يا الله، المذل يا الله، السميع يا الله، البصير يا الله، الحكم يا الله، العدل يا الله، اللطيف يا الله، الخبير يا الله، الحليم يا الله، العليم يا الله، العفور يا الله، الشكور يا الله، العلي يا الله، الكبير يا الله، الحفيظ يا الله، المقيت يا الله، الحسيب يا الله،
الجليل يا الله الكريم يا الله الرقيب يا الله المجيب يا الله البائس يا الله الشهيد يا الله الحق يا الله الوكيل يا الله القوي يا الله المتين يا الله الولي يا الله الحميد يا الله المحصي يا الله المبدئ يا الله المعيد يا الله المحيي يا الله المميت يا الله الحي يا الله القيوم يا الله الواجد يا الله الماجد يا الله الواحد يا الله الأحد يا الله الصمد يا الله القادر يا الله المقتدر يا الله المقدم يا الله المؤخر يا الله الأول يا الله الآخر يا الله الظاهر يا الله الباطن يا الله الوالي يا الله العفو يا الله الرؤوف يا الله يا مالك الملك يا الله ذو الجلال والإكرام يا الله المقسط يا الله الجامع يا الله الغني يا الله المغني يا الله المانع يا الله الضار يا الله النافع يا الله النور يا الله الهادي يا الله البديع يا الله الباقي يا الله الوارث يا الله الرشيد يا الله الصبور يا الله. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഇന്നത്തെ ഈ ദുആയും ഈ മജ്ലിസും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം الله العظيم أستغفر 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 الله العظيم العظيم أستغفر الله 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 العظيم അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മീസാൻ എന്ന് പറയുന്ന ത്രാസ് നമുക്കറിയാം. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിൻ്റെ വലിപ്പം പറയുന്നത് ആ ത്രാസിനകത്ത് ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ തൂക്കാൻ പറ്റുമെന്ന. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൻ്റെ അകത്ത് തൂക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും വലിപ്പമുള്ളതാണ് മീസാൻ എന്ന ത്രാസ് എന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പോൾ നമ്മളൊക്കെ ജീവിതകാലം മുഴുവനും രാവും പകലും ഇബാദത്ത് ചെയ്തത് അതിൽ വെച്ച് തൂക്കിയ എത്ര ഉണ്ടാകും? ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നമ്മുടെയൊക്കെ ഏറ്റവും പ്രായമുള്ള വാപ്പ ഇവരൊക്കെ ജീവിതത്തിൽ ചെയ്ത നമ്മളൊക്കെ ചെയ്ത നന്മകൾ എടുത്തു വെച്ച് തൂക്കിയ എന്തോ കാണും? ഒന്നും കാണൂല. ഇപ്പൊ നബിതങ്ങളിത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അത് നിറയ്ക്കണ വല്ല വഴിയുണ്ടോ? അപ്പൊ അത് നിറയ്ക്കാനുള്ള ഒരു ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മീസാനിനെ നിറയ്ക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ മീസാനിനെ നിറയ്ക്കുന്ന ഒറ്റ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി. അത്രയ്ക്കും പ്രതിഫലമുണ്ട് എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായാലും ഇരുന്നു ഇൻഷാ അല്ലാഹ് ഒരു 100 വട്ടം പറഞ്ഞു, 101 വട്ടം പറഞ്ഞൂടെ? ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവരുത്, അതാ പറയാൻ. വെറും മരിച്ച വീട്ടിൽ 70,000 പറയണ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. നിസ്കാരം കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം ഇമാമ പറയും, അപ്പൊ പറയണ ലാ ഇലാഹ ഇല്ല, എന്നൊക്കെ ചുമ്മാ. അതല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആത്മാർത്ഥമായിട്ട് ഒരു 3 വട്ടം പറഞ്ഞാൽ മതി, രക്ഷപ്പെടും. 3 പ്രാവശ്യം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആരെങ്കിലും 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇഖ്ലാസോട് കൂടി പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്നാ. ഒരു 101 വട്ടം പറയാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇത് ഓതി 101 വട്ടം പറഞ്ഞിട്ട് ഒരു ഖത്ത ഓതിയിട്ട് അങ്ങ് ദുആ ചെയ്തേക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إله إلا الله لا 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 إله لا إله إلا الله 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 لا إله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 10 സ്വലാത്ത് പറഞ്ഞോടെ, ലാസ്റ്റ് തീരുവല്ലേ, ദുആ ചെയ്യാനാ. പന്തളത്ത് നിന്നൊരു സഹോദരി 7 മാസം ഗർഭിണിയാണ്. സുഖപ്രസവത്തിന് വേണ്ടിയും സ്വാലിഹായ മക്കളുണ്ടാകുന്നതിന് വേണ്ടിയും തൻ്റെ ഉമ്മയുടെ ശ്വാസം മുട്ടൽ മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞ ഈ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. ഒരു പ്രയാസവും വരുത്താതെ സ്വാലിഹായ സന്താനത്തിന് കൊടുക്കണേ തമ്പുരാനെ. ഉമ്മയുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. കൊടുവള്ളിയിൽ നിന്നുകൊണ്ടൊരു സഹോദരി തൻ്റെ മനസ്സിലുള്ള മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ സദക്ക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഷിഹാബ് മരണപ്പെട്ട ഉമ്മയുടെ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മംഗലാപുരത്ത് നിന്നൊരു സഹോദരി തൻ്റെ മകളുടെ വിവാഹം ശരിയാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു ഖൈറായ ഒരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരി തൻ്റെ മകൻ്റെ അസുഖം ശിഫയാകുന്നതിന് വേണ്ടിയും ഭർത്താവിന് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പുളശ്ശേരിയിൽ നിന്നൊരു കുടുംബം മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഹലാലായ മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മണ്ണാർക്കാട് നിന്നൊരു സഹോദരൻ തൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഹസൻ എന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മകൾ 20,000 രൂപ നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു കണ്ണിന് കുളിർമയുള്ള സന്താനങ്ങൾ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 33 പ്രാവശ്യം സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഖത്ത് ഓതിയിട്ട് വേണം ഉറങ്ങാൻ. അപ്പോൾ ആയിഷ ബീബി ചോദിച്ചു, ഉത്തരം എങ്ങനെ ഖത്ത് ഓതുക? അപ്പോൾ മുത്തുനബി പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ 3 സൂറത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, ഈ 3 സൂറത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ അവനൊരു ഖത്ത് ഓതിയ കൂലിയുണ്ടെന്ന്. അപ്പോൾ നമ്മളിൽ പലർക്കും റമദാൻ മാസത്തിൽ ഓതാൻ പറ്റിയിട്ടില്ല. ഈ 1500ഓളം ഖത്ത് ഓതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കോടിക്കണക്കിന് ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞു, സ്വലാത്തുകൾ, ദിക്ർ, അതിലൊക്കെ നമ്മൾ പങ്കാളികളായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ 3 സൂറത്ത് ഓതിയ നമുക്ക് ഖത്ത് ഓതിയ പ്രതിഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് സമയം കറക്റ്റായി 5 മിനിറ്റും 4 മിനിറ്റും കൂടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ നമ്മുടെ പള്ളിയിൽ 3-4 ഖത്ത് ഓതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അൽഹംദുലില്ലാ എല്ലാം കൂടെ നമുക്ക് ഹദിയ ചെയ്തുകൊണ്ട് ദുആ ചെയ്യാം. ഇലാ ഹദറത്ത് റൂഹി നബിയിനാ വ ഹബീബുനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിവിടെ ഓതിയതും നമ്മൾ പറഞ്ഞതും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞാനിങ്ങനെ സലാത്തും ദുആവൊന്നും ചെയ്യാത്ത ആളാണ്. വയലിൻ്റെ മജ്ലിസിൽ ഇതുപോലെ ഇങ്ങനെ ക്ലാസ്സുകൾ പ്രസംഗിക്കും, പക്ഷേ ദിക്റുകളും സ്വലാത്തുകളും ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇന്ന് 29-ാം രാവായതുകൊണ്ടും നമ്മളെല്ലാവരും ദിക്റ് പറയാൻ കൂടിയത് കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കും. പക്ഷെ പ്രസംഗത്തിൻ്റെ സദസ്സിൽ ഇങ്ങനത്തെ മൈക്കിലിരുന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റും സുബ്ഹാനല്ലാഹ് ഇങ്ങനൊന്നും പറയില്ല. അപ്പോൾ പലർക്ക് അൽഹംദുലില്ലാ ഇന്ന് 29-ാം രാവായതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ രാത്രി ഹയാത്താക്കണമെന്ന ഒരു ലക്ഷ്യത്തോടായത് പറഞ്ഞത്. അൽഹംദുലില്ലാ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഏകദേശം കോടിക്കണക്കിന് ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, അപ്പോൾ ഇവരുടെയൊക്കെ ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വായിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ അതിന് തന്നെ ചിലവാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ആഗ്രഹങ്ങളും അവരുടെ നിയ്യത്തുകൾ അള്ളാഹുവിൻ്റെ കയ്യിലേക്ക് തന്നെ വെച്ചിരിക്കുക. അപ്പോൾ 2,78,803 ഇസ്തിഗ്ഫാർ മാത്രമുണ്ട്. സ്വലാത്ത് അതുപോലെയുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ലക്ഷക്കണക്കിന് പറഞ്ഞു വെച്ചിരിക്കുക. 50ഉം 60ഉം ലക്ഷങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ. അപ്പോൾ അൽഹംദുലില്ലാ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ല. സൂറത്തുൽ ഖദർ ഓതിയവരുണ്ട്, ഇസ്തിഗ്ഫാർ 50 ലക്ഷം പറഞ്ഞവർ, തഹ്ലീൽ പറഞ്ഞവർ. അപ്പോൾ എല്ലാം കൂടെ എന്തായാലും കോടിക്കണക്കിന് ഇസ്തിഗ്ഫാറുകളുണ്ട്. അതുപോലെ തന്നെ അൽഹംദുലില്ലാ 1500-ൽ പരം വരുന്ന ഖത്തമ് ഓതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരൊക്കെ അവരവരെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാ പള്ളിയുടെ പണിക്ക് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവരും ഇൻഷാ അല്ലാഹ് സംഭാവന ചെയ്യുക. അതുപോലെ പള്ളിയുടെ പണി എളുപ്പത്തിൽ നടക്കാൻ വേണ്ടി ദുആ ചെയ്യുക. കാസർഗോഡ് നിന്നൊരു സഹോദരി വീട്ടിൽ സമാധാനം കിട്ടാൻ 5000 രൂപ. നിങ്ങൾ ആലോചിക്കുക, തൻ്റെ വീട്ടിൽ സമാധാനമുള്ള ഒരു ജീവിതം കിട്ടുന്നതിന് വേണ്ടി 5000 രൂപ അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി. അള്ളാഹുവെ ആ സഹോദരിക്ക് നീ സമാധാനം കൊടുക്കണേ പടച്ചവനെ. അവരുടെ ദുനിയാവ് ആഖിറം നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഒരുപാട് പേര്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കാസർഗോഡ് പൂച്ചക്കാട് എപ്പോൾ പോയാലും വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തരുന്ന സഹോദരനായിരുന്നു മഹ്മൂദ് ഖാൻ.
അദ്ദേഹം 27-ാം രാവിലാണ് അള്ളാഹുവിൻ്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി യാത്രയായി. 4 പെൺകുട്ടികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, മക്കൾ, കൂടപ്പുറപ്പുകൾ, കുടുംബക്കാർ അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ അതുപോലെ ഒരു നല്ല മരണം, അദ്ദേഹത്തെ പോലെ നല്ല മരണം എൻ്റെ പ്രിയ സുഹൃത്ത് റസാഖ് അബറാരി ഉസ്താദ് പറഞ്ഞു, പൂ പോലെ ഉണ്ട് ഉസ്താദെ. മാലിക് ദിനാർ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. اللهم بسل مثل سباب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وشفينا وحبيبنا ومنجدنا ومصطفانا محمد صلى الله عليه وسلم. അർഹമു റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റഹ്മാനെ. പരിശുദ്ധമായ 29-ാമത്തെ രാവിൽ നിന്റെ പള്ളിക്കകത്ത് നിനക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല അല്ലാഹ്. അല്ലാഹുവേ, 1500ഓളം ഖത്തം ഓതി വച്ചിരിക്കുന്ന തമ്പുരാനെ, കോടിക്കണക്കിന് ഇസ്തിഗ്ഫാർ പറഞ്ഞിരിക്കുന്നു റഹ്മാനെ, ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ, യാസീൻ ഓതി വച്ചിട്ടുണ്ട് റഹ്മാനെ, ഇഖ്ലാസ് പാരായണം ചെയ്തവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, മുത്തുനബിയുടെ പേരിൽ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഇത് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. ഇത് ഓതിയവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. പടച്ചവൻ അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അവർക്ക് നീ സമാധാനമുള്ള ജീവിതം കൊടുക്കണേ തമ്പുരാനെ. ഈമാനുള്ള മരണം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ മക്കളെ നീ നന്നാക്കണേ തമ്പുരാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. രോഗികൾക്ക് ശിവ കൊടുക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. മനസമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. പൈശാചികമായിട്ടുള്ള സിഹറുകൾ നീ ബാത്തിലാക്കണേ അല്ലാ. അവരെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചവൻ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് റഹ്മാനെ. ഞങ്ങളുടെ പാപത്തിന്റെ കണക്ക് ഞങ്ങൾക്കറിയില്ല അല്ലാ. നീ ഗഫൂറല്ലേ അല്ലാ. നീ റഹീമല്ലേ അല്ലാ. നീ കാരുണ്യവാനല്ലേ അല്ലാ. ലക്ഷങ്ങളെ നരകത്തിൽ നിന്ന് കരകയറ്റുന്ന രാത്രിയാണല്ലോ അല്ലാ. ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. നരകത്തിന്റെ അവകാശികളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വർഗത്തിന്റെ ലിസ്റ്റിൽ ഞങ്ങളുടെ പേരെഴുതി ചേർക്കണേ അല്ലാ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. നീയല്ലാതെ ആരുമില്ല റബ്ബേ. കൈവിടല്ലേ അല്ലാ. കരുണ കാണിക്കണേ അല്ലാ. ദയ കാണിക്കണേ അല്ലാ. പടച്ചവനെ, ഇന്ന് ഞങ്ങളുടെ പാപം പൊറുത്തില്ലെങ്കിൽ ഇനി എന്ന് പൊറുക്കാനാ അല്ലാ. നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിൽ ഇല്ലല്ലോ അല്ലാ. ഞങ്ങളുടെ പാപം പൊറുക്കണേ അല്ലാ. ഇവിടെ നിന്ന് എഴുന്നേക്കുമ്പോൾ ഹജറുൽ അസ്വദ് മുത്തിയ മനുഷ്യനെ പോലെ ശുദ്ധീകരിക്കണേ അല്ലാ. ഈ പോകുന്ന വഴിയിൽ മരിച്ചാ നീ സ്വർഗം തരണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണേ അല്ലാ. ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അനുസരണയുള്ളവരാക്കണേ അല്ലാ. നിന്നെ പേടിയുള്ളവരാക്കണേ അല്ലാ. നിന്നെ പേടിച്ച് ജീവിക്കുന്നവരാക്കണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. റിയാ തരല്ലേ അല്ലാ. മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ.
തവാളു നൽകണേ അല്ലാ, ഖൗഫ് നൽകണേ അല്ലാ, ഖുശൂ നൽകണേ അല്ലാ. പടച്ചവനെ ഈ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മണ്ണിനടിയിലാണ് റബ്ബേ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ലാ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ തമ്പുരാനെ. പലപ്പോഴും അവരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട് തമ്പുരാനെ. നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. അത് അവരുടെ ശാപമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ, അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ. രോഗം തരുന്നവൻ നീയാണല്ലോ അല്ലാ. മാറ്റാനൊരു മരുന്നും നിനക്ക് വേണ്ടല്ലോ അല്ലാ. നീ ഏറ്റവും വലിയ ഷാഫിയല്ലേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ. ട്യൂമർ നൽകല്ലേ അല്ലാ. കിഡ്നി തകർക്കല്ലേ അല്ലാ. ലിവറിന് രോഗങ്ങൾ വരുത്തല്ലേ അല്ലാ. ശരീരം തളർത്തല്ലേ അല്ലാ. സ്ട്രോക്കും ബ്ലോക്കും തരല്ലേ അല്ലാ. പടച്ചവനെ, കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. ഭാര്യയും മക്കളും ബന്ധുക്കളും കൂടപ്പുറപ്പുകളും കുടുംബക്കാരും നോക്കി നോക്കി മടുത്തും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാർ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. നിന്നെ പേടിച്ച് ജീവിക്കുന്നവരാക്കണേ അല്ലാ. ഞങ്ങളെ വഞ്ചിക്കുന്നവരാക്കല്ലേ അല്ലാ. നന്ദി കെട്ടവരാക്കല്ലേ അല്ലാ. ചതിക്കുന്നവരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലാ. പടച്ചവനെ, ഈമാനുള്ള മരണം തരണേ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ഹക്കടപാടുകൾ തീർത്ത് നന്മ ചെയ്യുന്ന സമയത്ത് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത് കാണുമ്പോൾ എല്ലാവരും ഞങ്ങൾ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ കൈവിടല്ലേ അല്ലാ. പ്രായമുള്ളവർ വരെ ഈ മജ്‌ലിസിലുണ്ട് റഹ്മാനെ. മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒന്നുപെടുത്ത് നിസ്കരിച്ച് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റണേ അല്ലാ. അവർക്ക് സമാധാനം നൽകണേ അല്ലാ. അവരുടെ ജോലിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. പടച്ചവനെ, ഈ വിദ്യാർത്ഥികളെ നീ അനുസരിക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ റമദാൻ വിട പറയാൻ ഒരുങ്ങുകയാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അനുകൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. പടച്ചവനെ, നാളെ അല്ലാഹുവേ നിന്റെ പരലോകത്ത് വെച്ച് റമദാൻ ഞങ്ങളെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ.
നീ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ, നരകത്തിന്റെ വിറകുകൊള്ളികളാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഇങ്ങനെ ഒരു ദിവസം തന്നിട്ട് ഞങ്ങൾക്ക് റബ്ബേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും റഹ്മാനെ? അല്ലാ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ലൈലത്തുൽ ഖദർ ലഭിച്ച ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ, നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. പടച്ചവനെ, ഈ പാതിരാത്രി 1 മണിക്കും റബ്ബേ കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് റബ്ബേ ഈ ദുആയ്ക്ക് ആമീൻ പറയുന്ന ഒരുപാട് പാവങ്ങളുണ്ട് റഹ്മാനെ. അവരുടെ മനസ്സ് നിനക്കറിയുമല്ലോ അല്ലാ, അവരുടെ ആഗ്രഹം നിനക്കറിയുമല്ലോ അല്ലാ. നീ അവരെ കൈവിടല്ലേ അല്ലാ, നീ അവരെ കൈവിടല്ലേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, അവർക്ക് സമാധാനം നൽകണേ അല്ലാ, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ലാ, അവരുടെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. പടച്ചവരെ, മുത്തുനബിയെ മരിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കണേ അല്ലാ, അവർക്കതിനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവരെ. അല്ലാഹുവേ, 1500ഓളം വരുന്ന ഖത്തമോദി ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞ 10,000 റഹ്മാനെ. അവരുടെ മനസ്സ് നിനക്കറിയാം പടച്ചവരെ, അവരുടെ പേര് നിനക്കറിയാം പടച്ചവരെ, അവരുടെ ആഗ്രഹം നിനക്കറിയാം പടച്ചവരെ, അവരുടെ വീട് നിനക്കറിയാം പടച്ചവരെ. എല്ലാം ഈ മജ്‌ലിസിന്റെ പ്രതീക്ഷയോടുകൂടി അവർ ചെയ്തവരാണ് റഹ്മാനെ. നീ കൈവിടല്ലേ അല്ലാ, നീ വെറും കയ്യോടെ മടക്കല്ല അല്ലാ, നീ വെറും കയ്യോടെ മടക്കല്ല അല്ലാ. അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണേ അല്ലാ. എനിക്ക് അല്ലാഹു പ്രതിഫലം തന്നെന്ന് നീ അവരെ കൊണ്ട് പറയിപ്പിക്കണേ റബ്ബേ. പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അന്യനാട്ടിൽ കിടന്ന് കുടുംബത്തെ പോറ്റാൻ കഷ്ടപ്പെടുന്നവരാ അല്ലാ. അപകടങ്ങൾ വരുത്തല്ലേ അല്ലാ, ദുഃഖവാർത്തകൾ കേൾക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ, ജയിലറുകളിൽ കിടക്കുന്ന പാപങ്ങൾക്ക് നീ മോചനം കൊടുക്കണേ അല്ലാ. അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ, ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ, ഈ ഉമ്മത്തിന് ഐക്യം നൽകണേ അല്ലാ. ഫലസ്തീനിലെ പാപങ്ങളെ നീ സഹായിക്കണേ അല്ലാ. അവർക്ക് നീ പടച്ചവനെ മോചനം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ദുആയ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പള്ളിക്ക് ചെറുതും വലുതുമായി ആരെല്ലാം സദക്ക ചെയ്തിട്ടുണ്ടോ ഒരാളെയും നീ കൈവിടല്ലേ അല്ലാ, ഒരാളെയും നീ മറക്കല്ലേ അല്ലാ. ഈ പള്ളിയും ഈ നാടും ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേര് സദക്ക ചെയ്തവരുണ്ട് റഹ്മാനെ. മരിക്കുമ്പോ നീ അവർക്ക് അതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ. ഇതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വാട്സപ്പിലൂടെ ഇത് പറയാൻ കാരണക്കാരായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ അഡ്മിന്മാർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. പാവങ്ങളാ പടച്ചവരെ, സാധുക്കളാ പടച്ചവരെ, കൂലിപ്പണി ചെയ്യുന്നവരുണ്ട് റഹ്മാനെ. ആ മക്കൾക്ക് ഈമാൻ നിലനിർത്തി കൊടുക്കണേ പടച്ചവരെ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ പടച്ചവരെ. അല്ലാഹുവേ, സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ പടച്ചവരെ. അല്ലാഹുവേ, സഹോദരിമാരുടെ ഗ്രൂപ്പിലെ അഡ്മിന്മാർ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, 500-ൽ പരം ഖത്തമോദി എൻ്റെ സഹോദരിമാരെ നീ കൈവിടല്ലേ അല്ലാ. ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. ഖുർആനിന്റെ തണലിൽ നീ അവരെ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. ഖുർആനിന്റെ തണലിൽ നീ അവരെ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. പടച്ചവനെ, ഈ മജ്‌ലിസിൽ ആരെല്ലാം പങ്കെടുത്തവരുണ്ടോ ഞങ്ങളെ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ തിരഞ്ഞെടുക്കണേ അല്ലാ. നിന്റെ കഅബയുടെ മുന്നിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. നിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് നീ എത്തിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ജമാഅത്തിന്റെ ഖാദിമീങ്ങളെ നീ സ്വീകരിക്കണേ പടച്ചവനെ. അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. ഈ പള്ളിയുടെ പണി നീ എളുപ്പത്തിലാക്കണേ റഹ്മാനെ. ഒരു വഴി നീ തുറക്കണേ പടച്ചവനെ. പണി ഇട്ടിട്ട് പോകുന്നൊരവസ്ഥ വരുത്തല്ല റഹ്മാനെ. അടുത്ത റമളാനിന് മുമ്പ് ഞങ്ങൾക്ക് അതിനകത്ത് കയറി നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ പള്ളിയുടെ ചുറ്റുപാട് ഒരുപാട് പാവങ്ങൾ കിടക്കുന്നുണ്ട് റഹ്മാനെ. നീ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ, ഈ പരിപാടി ലൈവ് ചെയ്യുന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഷാനവാസിന്റെ മാതാപിതാക്കൾക്ക് നീ, ഭാര്യ സന്താനങ്ങൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഭാര്യ പിതാവിന്റെ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇതിന് കൂട്ടുനിന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കൾക്ക് അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല.
പടച്ചവനെ ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ നീ കൊണ്ടുവെക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ ലോകത്താരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല പടച്ചവനെ. അല്ലാഹുവേ ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ ഒരു സഹോദരി വളരെ പ്രയാസത്തിലാണ്, ഉസ്താദേ ദുആ ചെയ്യണമെന്ന് കരഞ്ഞുകൊണ്ട് വേദന കൊണ്ട് കിടന്ന് ബുദ്ധിമുട്ടുകയാ. നീ ആ സാധുവിനെ രക്ഷപ്പെടുത്തു റഹ്മാനെ. നീ ശിഫ കൊടുക്കു പടച്ചവന്, നീ കരുണ കാണിക്കു റഹ്മാനെ. ഒരു വലിയ ടെസ്റ്റിന് കൊടുത്തു റിസൾട്ട് കാത്തിരിക്കുകയാ. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. ഈ റമളാൻ കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചവനെ. കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ എൻ്റെ ഭാര്യ പിതാവിൻ്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. പടച്ചവൻ എൻ്റെ ഭാര്യ സന്താനങ്ങൾ അല്ലാഹുവേ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവരാക്കണേ പടച്ചവനെ. ഞങ്ങളെ സ്വർഗത്തിലും നീ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ഈ ശബ്ദം നീ നിലനിർത്തണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ എൻ്റെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിനക്കറിയുമല്ലോ അല്ലാ. അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ. അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ മറക്കല്ലേ പടച്ചവനെ. സ്വർഗം കിട്ടാൻ ഈ ഇരുന്നത് റബ്ബേ നീ ഒരു കാരണമാക്കണേ അല്ലാ. ഈ ഇരുന്നതൊരു കാരണമാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കണേ പടച്ചവനെ. ഇനിയും ഇതുപോലെ ഒരുപാട് നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ആയിരക്കണക്കിന് പേര് ഓൺലൈനിലൂടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ ഒരു സഹോദരിമാരുടെ ഗ്രൂപ്പ് അല്ലാഹുവേ തൻ്റെ ഭർത്താവിന് കിഡ്നി പ്രോബ്ലമായി കിടക്കുന്നവർ, ക്യാൻസർ പിടിച്ച് കിടക്കുന്നവർ, ട്യൂമർ വന്ന് കിടക്കുന്നവർ, തളർന്ന് കിടക്കുന്നവർ എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ പരിശുദ്ധമായ റമളാൻ മാസം ആരെല്ലാം ഭക്ഷണം തന്നവരുണ്ടോ അവർക്ക് നീ സ്വർഗത്തിൻ്റെ ഭക്ഷണം കൊടുക്കണേ റഹ്മാനെ. ഹൗദിൽ കൗസർ കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഈ റമളാൻ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. ഈ മജ്ലിസ് അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ. റമളാൻ ഞങ്ങളെ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന റമളാനാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങൾ പറഞ്ഞ ദിക്റുകൾ മീസാനിൽ ഭാരമുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ. ഈ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. ഒരാളെയും നീ വെറും കയ്യോടെ മടക്കല്ല തമ്പുരാനെ. ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും നീ നൽകണേ തമ്പുരാനെ. ഈ ഖതമുൽ ഖുർആനിൽ ഈ ഇസ്തിഗ്ഫാറിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ടോ, മനസാ വാചാ കർമ്മണ ആരൊക്കെ പ്രവർത്തിച്ചോ അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ദുആയ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അല്ലാഹുവേ 1500ഓളം ഖത്തം ഓതി പടച്ചവനെ ഇത് മുഴുവനും ഇതിൻ്റെ സവാബ് മുഴുവനും പടച്ചവനെ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുടെ റൗളകളിലേക്ക് എത്തിക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങളുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഇത് ഓതിയവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഈ പള്ളിയുടെ ചുറ്റുപാടും കിടക്കുന്നവർ എല്ലാവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ പടച്ചവനെ. സർവ്വ അദ്കാറുകളുടെയും പ്രതിഫലം മരിക്കുന്ന സമയത്ത് കണ്ടു മരിക്കാൻ നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
اللهم صل على محمد يا رب صل عليه وسلم.